Hello students, welcome to the class of machine learning. Today we shall discuss one of the important topic, chain rule in partial derivatives. So suppose ഒരു function നമുക്ക് ഇപ്പോൾ തരുമ്പോൾ z equal to a function of u is given here, where u is a function of, it is another function denoted as g, it is a function of x and y. So in short you can understand like this, z is a function of u and u is a function of x and y. So here x and y are two independent variables. So here z is the depending variable which depends on u and x and y. So the partial derivatives നമുക്ക് ഇവിടെ calculate ചെയ്യണം. Suppose z is a function of u and u is some another function of x and y. Remember ഇത്രയും നമ്മൾ ഇങ്ങനെ f എന്ന നൊട്ടേഷനോ g എന്ന നൊട്ടേഷനോ ഒന്നും ഓർക്കണമെന്നില്ല. z is a function of u is a function of x and y. Suppose if the question is asked to find out the partial derivative of z with respect to x or with respect to y, means how will you find out? So z with respect to x, that is denoted as dou z by dou x, എങ്കിൽ z is a function of u alone. That means അവിടെ നമുക്ക് partial differentiation വേണ്ട, we need only ordinary differentiation. But the next calculation വരുമ്പോൾ u can be differentiated with respect to x or you can differentiate with respect to y. So that means there we need partial differentiation dou, but here we need only ordinary differentiation. That means dou z by dou x is equal to dz by du into dou u by dou x. Remember that നമ്മൾ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് എന്നുള്ളത് ഓർക്കുക. z is a function of u alone. ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആവശ്യം വരുന്നത്. എന്നാൽ ഇവിടെ ഒരേ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ പാർഷ്യൽ വേണ്ട, ഓർഡിനറി ഡിഫറൻസിയേഷൻ തന്നെ ധാരാളം. സോ dz by du into dou u by dou x. അപ്പോൾ ഇസെറ്റിനെ സപ്പോസ് വൈക്കാണ് ചോദിക്കുന്നതെങ്കിലോ ആദ്യം ഇസെറ്റിനെ യുവിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എന്നിട്ട് യു എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യണം. സോ ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ഇസ് ഡി ഇസെറ്റ് ബൈ ഡി യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ആൻഡ് ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ഇസ് ഡി ഇസെറ്റ് ബൈ ഡി യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. സപ്പോസ് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ തരുവാണ്. ലെറ്റ് മീ ടേക്ക് എ ഫംഗ്ഷൻ z ഈക്വൽ ടു 2x പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്ന ഫംഗ്ഷനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഫംഗ്ഷനിൽ ലെറ്റ് us take u ഈക്വൽ ടു, ഇതിനെ ഞാൻ ഇങ്ങനെ റീപ്ലേസ് ചെയ്യുവാണ്. ലെറ്റ് u ഈക്വൽ ടു 2x പ്ലസ് വൈ സ്ക്വയർ എന്ന് എടുക്കുവാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ z എന്തായി മാറും? z ഈക്വൽ ടു u റൈസ് ടു 3 ആവും. അപ്പോൾ ഡോ z ബൈ ഡോ യു എന്നുള്ളത് നമുക്ക് എങ്ങനെ എടുക്കാം? ഡോ z ബൈ ഡോ യു വേണമെന്നില്ല, നമുക്ക് ഡി z ബൈ ഡി യു തന്നെ ധാരാളം. സോ ഡി z ബൈ ഡി യു ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു യു സ്ക്വയർ. അപ്പോൾ ഡോ z ബൈ ഡോ എക്സ് എങ്ങനെ എഴുതും നമ്മൾ? ഡോ z ബൈ ഡോ യു ക്യാൻ ബി റിട്ടൺ ആസ് ഡി z ബൈ ഡി യു, ഡി z ബൈ ഡി യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ആൻഡ് ഡോ z ബൈ ഡോ വൈ ഇസ് ഡി z ബൈ ഡി യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. സോ നമുക്ക് ഡി z ബൈ ഡി യു എന്താണ്? 3 യു സ്ക്വയർ. യു ഈക്വൽ ടു നമ്മൾ അസ്യൂം ചെയ്ത ഫംഗ്ഷൻ 2x പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ യുവിൽ എത്ര ഫംഗ്ഷൻസ് ഉണ്ട്? എക്സും വൈയും എന്ന രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്, അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 2 ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 2y. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ഈക്വൽ ടു, ഇതിലോട്ട് ആൻസർ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഡി ഇസെറ്റ് ബൈ ഡി യു എന്താ? 3 യു സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഇസ് 2. അപ്പോൾ 6 ഇൻറ്റു യു സ്ക്വയർ. യു വാല്യൂ എന്താണ്? എന്നാൽ ഇതാണോ ആൻസർ? അല്ല, കാരണം ഇസെറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ യുവിലാണ് ആൻസർ വന്നിരിക്കുന്നത്. സോ കൺവേർട്ട് ടു എക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. 6 ഇൻറ്റു 2x പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. ഇനി ഡി ഡോ z ബൈ ഡോ വൈക്ക് ഡി z ബൈ ഡി യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ, ദാറ്റ് ഇസ് 3 യു സ്ക്വയർ ഇൻറ്റു 2y, ഇറ്റ് ഇസ് 6y യു സ്ക്വയർ. 6y ഇൻറ്റു 2x പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ദ ആൻസർ. സപ്പോസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ തന്നിട്ടുണ്ട്, അതായത് എഫ് ഓഫ് x1 x2 എന്ന ഫംഗ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ്
two variables x1 and x2 where x1 is a function of t and x2 is a function of t ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷന് നമുക്ക് രണ്ട് വേരിയബിൾസ് വരുന്നുണ്ട്. ഒരെണ്ണം x1 മറ്റൊന്ന് x2. അതിൽ എന്താണ് x1 is a function of tയും അതിൽ t എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. x2 is a function of t alone. അപ്പോൾ df by dt ചോദിച്ചാൽ എങ്ങനെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യും? സപ്പോസ് df by dt ആണ് ചോദിക്കുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ ഫംഗ്ഷൻ t ആണ് ആൻസർ. അപ്പം നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതണം? ആദ്യം എഫിനെ വിത്ത് റെസ്പെക്ട് ടു x1 ചെയ്യണം, എന്നിട്ട് ടി എന്ന ഫംഗ്ഷന് അപ്പോൾ x1നെ ടിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ബട്ട് അവിടെ കൊണ്ട് തീരുന്നില്ല, കാരണം x2ലും ടി ഉണ്ട്. അപ്പോൾ പ്ലസ് എഫിനെ x2 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് x2നെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് നമുക്കതിനെ ഫോർമുല വൈസ് എങ്ങനെ എഴുതാൻ പറ്റും? df by dt is equal to dou f by dou x1 into dou x by dou x1 by dou t plus dou f by dou x2 into dou x2 by dou t equal to ഇതിന് നമ്മൾ ഇപ്പോൾ ഈ ഒരു കാൽക്കുലേഷനാണ് നമുക്കിപ്പോൾ ഓർമ്മയിൽ വേണ്ടത്, കാരണം അടുത്ത പ്രോബ്ലം ചെയ്യണമെങ്കിൽ അത് വേണം. അപ്പോൾ ഇതിനെ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ എഴുതും? ദ മെട്രിക്സ് ഫോം ഓഫ് dou f by dou x1 dou f by dou x2. എന്നാൽ ഇതെന്താണ്? ഇതാണ് ഗ്രേഡിയൻറ്റ് ഡെൽ എഫ് ഇൻറ്റു dou x1 by dou t divided into the column matrix form dou x1 by dou t dou x2 by dou t എന്ന ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇതിൻ്റെ മെട്രിക്സ് നോട്ട്, അതായത് ഈ ഒരു കാൽക്കുലേഷനെ മെട്രിക്സ് ഫോമിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാവുന്നതുമാണ്. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു എക്സാമ്പിൾ ഇങ്ങനെ തരുവാണ്, എഫ് ഓഫ് x1 x2 ഈക്വൽ ടു x1 സ്ക്വയർ പ്ലസ് 2x2. ദെൻ നമ്മുടെ ആൻസറിൽ നമുക്ക് x1 എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സൈൻ ടി ആൻഡ് x2 ഈസ് എ ഫംഗ്ഷൻ ഓഫ് കോസ് ടി. അപ്പോൾ ഡോ എഫ് ബൈ ഡോ x1 എന്താണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x2 കോൺസ്റ്റൻറ്റ്, അപ്പോൾ 2x1. ഡോ എഫ് ബൈ ഡോ x2 എന്താണ്? 2. ആൻഡ് നമ്മുടെ ഫംഗ്ഷൻ x1നെ ടിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പോൾ ഡോ x1 ബൈ ഡോ ടി എന്താണ്? സൈൻ ടി, ഡെറിവേറ്റീവ് ഇസ് കോസ് ടി. ഡോ x2 ബൈ ഡോ ടി ഈസ് മൈനസ് സൈൻ ടി. So now we can substitute this here, 2x1 into cos t plus 2 into minus sin t. x1 value എന്താണ്? Substitute the value of x1, കാരണം x1 അവിടെ വരാൻ പാടില്ല. f with respect to t ലാണ് ആൻസർ ചോദിച്ചിരിക്കുന്നത്. x1ൻ്റെ ആൻസർ sin t, 2 into sin t cos t minus 2 sin t. അതായത് sin 2t minus 2 into sin t is the answer. അപ്പോൾ നമുക്ക് എഫിനെ ഇപ്പം നോക്കിക്കേ, df by dt എന്ന ഫംഗ്ഷന് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ടിയിലാണ് നമുക്ക് വരുന്നത്. ദെൻ now if suppose ഒരു function f is a function of x1 and x2 is given for us, and it is a function of x1 and x2 where this x1 is a function of s and t. x1 is a function of s and t, and also x2 is a function of s and t. അതായത് f is a function of x1 and x2 where x1 is a function of s and t, x2 is a function of s and t. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എസ് ആവുമ്പോൾ ആദ്യം ഡോ എഫ് ബൈ ഡോ x1, ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഡോ എഫ് ബൈ ഡോ x1 ദെൻ x1 വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ ഡോ എഫ് ബൈ x2 ആൻഡ് x2 വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. x2 വിത്ത് റെസ്പെക്ട് ടു yes we have to do the calculation. so ഇവിടെ നമുക്ക് ഇതിനെ മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡോ എഫ് ബൈ ഡോ x1 ഇൻറ്റു ഡോ x1 ബൈ ഡോ എസ് പ്ലസ് ഡോ എഫ് ബൈ x2 ഇൻറ്റു ഡോ x2 ബൈ ഡോ എസ്, ഇതിനെ മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? അതായത് ഡോ എഫ് ബൈ ഡോ x1 ഡോ എഫ് ബൈ ഡോ x2 ഇൻറ്റു ദ കോളം മെട്രിക്സ് ഡോ x1 ബൈ ഡോ എസ് ഡോ x2 ബൈ ഡോ എസ്. അതിൽ ഈ ഫസ്റ്റ് റോ മെട്രിക്സ് എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ആണ്.
ഇനി ഡോ എഫ് ബൈ ഡോ ടി എന്താണ്? അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഇൻറ്റു നമ്മുടെ ഇത് ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഇൻറ്റു നമ്മുടെ എക്സ് വണ്ണിനെ ടിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ആൻഡ് എക്സ് വൺ വിത്ത് റെസ്പെക്ട് ടു ടി. അതുപോലെ എക്സ് ടുവിലും ടി ഉണ്ട്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ടു ആൻഡ് എക്സ് ടു വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ചെയ്യേണ്ടത്. So here, so dou f by dou x1 into dou x1 by dou t and dou f by dou x2 into dou x2 by dou t. So this also can be written in the matrix form as dou f by dou x1, dou f by dou x2 and the column vector dou x1 by dou t, dou x2 by dou t. In this form we can write here. So നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട്, അതായത് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ യു if w equal to x e raised to y, x equal to uv and y equal to u into log v. അതായത് w is a function of x and y, x is a function of u and v and y is a function of u and v ആണ് നമുക്കിവിടെ വരുന്നത്. So here in this function, see here w is a function of x and y, where x is a function of uv and y is a function of uv. ഇതാണ് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ യു ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. സോ വാട്ട് ഇസ് ഡോ ഡബ്ല്യു ബൈ ഡോ യു, വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ്, കാരണം ഇപ്പോൾ യുവിന് ചെയ്യുമ്പോൾ യു വൈയിലും ഉണ്ട്, അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ നോട്ട് ഡോ ഡബ്ല്യു, ഡോ വൈ ബൈ ഡോ യു. നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് ഈ കാൽക്കുലേഷൻ വേണമെങ്കിൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താണെന്നുള്ളത് വേണം. അപ്പോൾ ഡോ w by ഡോ എക്സ് ആകുമ്പോൾ എന്താണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇ റൈസ് ടു വൈ ആണ് ആൻസർ. സോ ദാറ്റ് മീൻസ് എക്സ് ഇൻറ്റു ഇതിലേതാണ് കോൺസ്റ്റൻറ്റ്, ഇ റൈസ് ടു വൈ കോൺസ്റ്റൻറ്റ്, ടേക്ക് ഔട്ട് സൈഡ്, ഇൻറ്റു എക്സ് ഡെറിവേറ്റീവ് ഇസ് 1. സോ ദ ആൻസർ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ. isn't it? So now dou w by dou x നമുക്ക് കിട്ടി. ഇനി dou w by dou y എന്താണ്? That is equal to, that is dou by dou y of x e raised to y. So here x is constant and e raised to y derivative is equal to e raised to y is the answer. So x e raised to y is the answer. Now here x ന്റെ ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. സോ ഡോ എക്സ് ബൈ ഡോ യു മീൻസ് ഹിയർ ഡോ ബൈ ഡോ യു ഓഫ് യു വി, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൽ ആരാ കോൺസ്റ്റൻറ്റ്, വി കോൺസ്റ്റൻറ്റ് ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് 1, സോ വിച്ച് ഇസ് ഈക്വൽ ടു വി. നൗ ഡോ എക്സ് ബൈ ഡോ വി എന്താണ്, അതായത് ഡോ ബൈ ഡോ വി ഓഫ് യു വി, ഇതിൽ യു കോൺസ്റ്റൻറ്റ്, ടേക്ക് ഔട്ട് സൈഡ്, വി ഡെറിവേറ്റീവ് ഇസ് 1 ഈക്വൽ ടു യു ആണ് ആൻസർ. Now here dou y by dou u, that is dou by dou u of u into log v. So ഇതിൽ ആരാ കോൺസ്റ്റന്റ്, log v is constant into u derivative is 1, so the answer is log of v. Now here dou y by dou v is equal to dou by dou v of u into log v, that is equal to u into dou by dou v of log v. Log v derivative is 1 by v, so the answer is equal to u by v is the answer. Now we shall substitute this all these values here. നമുക്ക് ഇതെല്ലാ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ ബൈ ഡോ എക്സ് എന്താണ് ആൻസർ, ഇ റൈസ് ടു വൈ ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു, ദാറ്റ് ഇസ് ഈക്വൽ ടു വി, പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ആൻസർ ഇസ് എക്സ് ഇ റൈസ് ടു വൈ ഇൻറ്റു ഈ ആൻസർ ഡോ വൈ ബൈ ഡോ യു, ഇറ്റ് ഇസ് ഈക്വൽ ടു log v is the answer. So e raised to y into v plus x e raised to y into log v. So നമുക്ക് ഇതിൽ നിന്ന് e raised to y common ആണ്, we can take outside into v plus x into log v. ഇപ്പോൾ നമ്മുടെ ആൻസർ in terms of u and v ആണ് നമുക്ക് വേണ്ടത്. Here we are having x and y. So to eliminate that x and y, we have to substitute the value of x and y in this function. So what is y here? E
raised to u into log v into v plus x answer is u into v log v. Now here again v is common, take outside, v into e raised to u log v into 1 plus u log v is the answer. Now again ഇതിൽ നിന്ന് വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന ടേംസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഒരു കാര്യം ഓർക്കുക, u ഇൻറ്റു ലോഗ് വി ആണ് വരുന്നതെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം, ലോഗ് വി റേസ് ടു യു എന്ന് എഴുതാൻ പറ്റും. അതായത് വി ഇൻറ്റു ലോഗ് ഓഫ്, അപ്പോൾ ഇ റേസ് ടു, ഇതിൽ ഇ റേസ് ടു യു ലോഗ് വി എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ലോഗ് ഓഫ് വി റേസ് ടു യു ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഈക്വൽ ടു വി റേസ് ടു യു എന്ന ആൻസർ ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും, യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ വി റേസ് ടു യു ഇൻറ്റു 1 പ്ലസ് എഗെയിൻ ഈ ഫോർമുല വീണ്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ യു റേസ്ഡ് ദാറ്റ് ഇസ് ലോഗ് v raised to u എന്ന് എഴുതി. ഇനി v raised to 1 and v raised to u is there. v raised to u plus 1 into 1 plus log v raised to u is the answer. v raised to u plus 1 into 1 plus log v raised to u is the answer. ഓർക്കുക, a into log b എന്നാൽ it is log b raised to a എന്ന ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഇപ്പം ഞാനിവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ യു ആണല്ലോ ചെയ്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡോ ഡബ്ല്യു ബൈ ഡോ വി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാ വാല്യൂസും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? ഡോ ഡബ്ല്യു ബൈ ആദ്യം എക്സിന് ചെയ്യണം, എന്നിട്ട് എക്സിനെ വിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പ്ലസ് അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈക്ക് ആദ്യം ചെയ്യണം, എന്നിട്ട് വൈയെ നമ്മൾ ആർക്കാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? വിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിലോട്ട് നിങ്ങൾ ഈ വാല്യൂസ് എല്ലാം ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. Next problem, use chain rule to find the indicated partial derivatives. Is that equal to x raised to 4 plus xy raised to 3 and x equal to u v raised to 4 plus w raised to 3 and y equal to u plus v e raised to w. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് z is a function of x and y അല്ലേ? z is a function of x and y, but x is a function of what are the three variables here? X is a function of u, v and w. Similarly, y is a function of u, b and w. So we have to find out the derivative of z with respect to u, v and w. That means the partial derivative of z with respect to u, v and w ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ആദ്യം ഇതിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം നമുക്ക് കണ്ടെത്തി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് അതിന് ശേഷം ചെയ്യാം. സോ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ലെറ്റ് us take z equal to x raised to 4 plus xy raised to 3. Let me take that first. And what is dou z by dou y? Sorry, dou x. Let us find out first that. അപ്പോൾ dou z by dou x is equal to, that is dou by dou x of x raised to 4 plus xy raised to 3. So now on differentiating, what do you get the answer? That is equal to 4 into x raised to 3 plus here what is constant? Y raised to 3 constant ആണ്, into x is the constant, the x derivative is 1. That means 4x raised to 3 പ്ലസ് വൈ റേസ് ടു 3 ആണ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ടേം നമുക്ക് കണ്ടെത്താം. അടുത്തത് നെക്സ്റ്റ് ടേം എന്താണ്? ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ആണ് വേണ്ടത്. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് വൈ റേസ് ടു 3. അപ്പോൾ ഇതിൽ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, എന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് എക്സ് ഇൻറ്റു വൈ റേസ് ടു 3ക്ക് ഡെറിവേറ്റീവ് 3y സ്ക്വയർ. സോ 3xy സ്ക്വയർ ഇസ് ദ ആൻസർ. നമുക്ക് ഇങ്ങനെ രണ്ട് ആൻസർ നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ ഈ രണ്ട് ആൻസേഴ്സ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇനി നമുക്ക് വേണ്ടത് യു വി ഡബ്ല്യു ആണ് നമുക്ക് ആദ്യം എടുക്കാവുന്നത്. അതായത് ആദ്യം എക്സ് ഈക്വൽ ടു എന്താണെന്നുള്ളത് നോക്കാം. വേർ ലെറ്റ് എക്സ് ഈക്വൽ ടു
u v raised to 4 plus w raised to 3. എന്നാൽ dou x by dou u equal to dou by dou u of u v raised to 4 plus w raised to 3 which is equal to നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? ഇതിൽ v raised to 4 constant into derivative of u is 1 plus 0 which is equal to v raised to 4 is the answer. ഇനി dou x ആണ്, not dou z. So here dou x by dou u. Now next one is dou x by dou v, that is dou by dou v of u v raised to 4 plus w raised to 3, that is equal to u into u constant പുറത്തെടുക്കുക, v raised to 4 ന്റെ ഡെറിവേറ്റീവ് എന്താ? 4 v raised to 3 plus w raised to 3 derivative is 0. So 4 u v raised to 3 is the answer. Next one, dou x by dou w, that is dou by dou w of u v raised to 4 plus w raised to 3. First term രണ്ടും u ഉം v ഉം constant ആണ്, 0 plus w raised to 3 is 3w square. Answer is 3w square is the answer. Now ഇപ്പം നമ്മുടെ ഒരു ടേം കിട്ടി. എക്സിൻ്റെ നമ്മൾ 3 ഡെറിവേറ്റീവ്സ് ആണ്, എക്സിൻ്റെ 3 കാൽക്കുലേഷൻ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുന്ന കാൽക്കുലേഷൻ. ഇനി നമുക്ക് y എടുക്കാം. y ഈക്വൽ ടു വാട്ട് ഇസ് ദ ഗിവൺ ഫംഗ്ഷൻ y? u plus v e raised to w. Now dou y by dou u is equal to the derivative dou by dou u of u plus v e raised to w, that is equal to ഇതിൻ്റെ ഡെറിവേറ്റീവ് v യും e raised to w യും കോൺസ്റ്റന്റ് ആണ്, so 1 plus 0 equal to 1. Now dou y by dou v, that is equal to dou by dou v of എന്താണ്? u plus v e raised to w, that is 0 plus e raised to w constant into v derivative is 1, so answer is e raised to w. Now next one, dou y by dou w. Dou y by dou w equal to dou by dou w of u plus v e raised to w, that is equal to first term 0 plus v constant into e raised to w derivative is e raised to w, so v e raised to w. അപ്പോൾ നമുക്ക് yക്ക് വിത്ത് റെസ്പെക്ട് ടു 3 ഡെറിവേറ്റീവ്സ് നമ്മളെടുത്തു, എക്സിന് വിത്ത് റെസ്പെക്ട് ടു 3 ഡെറിവേറ്റീവ്സ് നമ്മളെടുത്തു, അതുപോലെ ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വരുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് dou z by dou u. Dou z by dou u equal to dou z by dou x into dou x by dou u. First of all, next is dou z by, ഇനി അടുത്തത് y ക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dou y into dou y by dou u, that is equal to dou z by dou x. എന്താണ് ആൻസർ? നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു dou z by dou x. I'll just turn back. See here, dou z by dou x is 4x cube y plus y cube is the answer. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ആൻസർ ഇവിടെ എന്താണ് വരിക? ദാറ്റ് is equal to 4x cube plus y cube into dou x by dou u, that is equal to v raised to 4 plus 3xy square into dou y by dou u answer. What is dou y by dou u? It is equal to 1. So therefore നമുക്ക് u v യിലാണ് ആൻസർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ആൻസർ നമുക്കെല്ലാം u v ലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് is equal to 4 into xൻ്റെ വാല്യൂ എന്താണ്? What is x? X answer is equal to u v raised to 4 plus w raised to 3 the whole cube plus y is u plus v e raised to w the whole cube into v raised to 4 plus 3 into x answer. What is x answer? 3 into x answer is equal to u v raised to 4 plus w raised to 3 into u plus
v e raised to w the whole square. So അങ്ങനെ നമ്മൾ ഈ ഒരു ആൻസർ ഇവിടെ എഴുതി. ഇനി നമുക്ക് ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാനുള്ള such a very big expression we can write as it is. Now next one is dou z by dou v, that is equal to dou z by dou x into dou x by dou v plus dou z by dou y, dou z by dou y into dou y by dou v, which is equal to, answer is 4x cube plus y raised to 3 into dou x by dou v, answer is 4u v raised to 3 plus 3x y square into dou y by dou v. Dou y by dou v is equal to e raised to w. So therefore answer is 4 into, the answer for this is u v raised to 4 plus w raised to 3 the whole cube plus y answer is u plus v e raised to w the whole cube plus, sorry, not plus, into 4 into u v raised to 4 plus w raised to 3 into v raised to 3. V raised to 3, v is equal to 4, sorry, 4 into, not this, it is equal to 4 into u v raised to 3 plus next term 3 into u v raised to 4 plus w raised to 3 into u plus v e raised to w the whole square into answer is e raised to w, e raised to w as it is. Now next term, ഇനി ഡോ ഇസഡ് ബൈ ഡോ വി ആണ് നോക്കിയത്. നെക്സ്റ്റ് ടേം ഇസ് ഡോ ഇസഡ് ബൈ ഡോ ഡബ്ല്യു, ദാറ്റ് ഇസ് ഈക്വൽ ടു ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ w plus dou z by dou y into dou y by dou w, that is equal to, that is 4x cube plus y raised to 3 into dou x by dou w, answer is 3 into w square plus 3x y square into dou y by dou w. Dou y by dou w is v e raised to w. സോ നമ്മുടെ ആൻസറിൽ ഇതിലോട്ട് നമ്മുടെ വാല്യൂസ് എക്സിൻ്റെ വാല്യൂ 4 ഇൻറ്റു യു വി റേസ് ടു 4 പ്ലസ് ഡബ്ല്യു റേസ് ടു 3 ദ ഹോൾ ക്യൂബ് പ്ലസ് യു പ്ലസ് വി റേസ് ടു ഡബ്ല്യു ദ ഹോൾ ക്യൂബ് എന്ന ആൻസർ നമുക്കിവിടെ വരുന്നുണ്ട്. അതുകൂടാതെ into 3w square plus 3xന് പകരം u v raised to 4 plus w raised to 3 into u plus v e raised to w the whole square into v e raised to w is the required answer. നമ്മൾ ഇത്രയും കാൽക്കുലേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ്, സോറി, ചെയിൻ റൂളിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സം ഓഫ് ദ ഇമ്പോർട്ടൻ്റ് type of problems based on more than one variable we have taken here, and we have simplified some of the problems and the basic formulas. So hope you could have understood this video. If you have any doubts, please give me a message. Thank you.